ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂരിക്കാണ് കേട്ടോ. നമ്മൾ കണ്ണൂരിക്ക് പോവാണ്. അപ്പോൾ കുറേ ദിവസത്തിന് നമ്മുടെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാനും തേനും സൂര്യേജിയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പോകണം, എന്നാലേ അവിടെ എത്തുള്ളൂ. നമ്മൾ പോകുന്നത് കണ്ണൂരുള്ള പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം ഞങ്ങളുടെ റൂമിൽ 2 കണ്ണൂരുകാരുണ്ടായിരുന്നു കേട്ടോ. 2 ചേച്ചിമാരുണ്ടായിരുന്നു. അവരിങ്ങനെ പറശ്ശിനിക്കടവിനെ കുറച്ചിങ്ങനെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കാണാറുണ്ട്. അന്ന് തൊട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് കേട്ടോ ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നത്. സൂര്യേച്ചി ആദ്യമേ പോയിട്ടുണ്ട് നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനും തേനും ആദ്യമായിട്ടാണ് കണ്ണൂർക്കൊക്കെ പോകുന്നത്. നമുക്ക് 6:50 കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയിലാണ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. വേറെ ബസ്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കയറേണ്ടത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടത്തുന്നില്ലായിരുന്നു കേട്ടോ, 1 ടാസ്ക് ആയിരുന്നു കേട്ടോ അത്. നമുക്ക് ട്രെയിനൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നമുക്ക് സീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 8:30 കൂടി നമ്മൾ കണ്ണൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് ഇവിടുന്ന് കുറച്ചധികം പോകാനുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ തൽക്കാലം ഇപ്പോൾ ബസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബസ്സൊക്കെ കിട്ടി. നമുക്ക് ഇവിടുന്ന് കുറേ പോകാൻ കേട്ടോ. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് എത്തുന്നതാണ്. ഏകദേശം ഞങ്ങൾ 1 മണിക്കൂറോളം ഞങ്ങൾ ബസ്സിൽ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ. ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു മാമൻ നമുക്ക് കുറിയൊക്കെ ഇട്ടു കേട്ടോ നമ്മുടെ നെറ്റിയിൽ. അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ടാവുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മൾ കയറി തൊഴുതു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അമ്പലത്തിന്റെ ബാക്കിൽ തന്നെയുള്ള പുഴ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുഴയിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ചായ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമുക്ക് ചായയുടെ ഒപ്പം കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ പ്രസാദം. പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിപ്പിക്കുന്ന ഒരു ഭാഗം അത് ഇതാണ് കേട്ടോ. പിന്നെ എന്തായാലും വന്നില്ലേ, അപ്പോൾ പിന്നെ നമുക്ക് അതിനൊന്ന് കറങ്ങിയിട്ട് പോകാന്ന് വിചാരിച്ച് നമ്മൾ അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ കറക്കം കാരണം നമ്മൾ ക്ഷീണിച്ചിട്ടു. അപ്പോൾ നമ്മൾ കുറച്ചേരം അവിടെ വിശ്രമിക്കാനിരുന്നു. അങ്ങനെ അത് തൊട്ടപ്പുറത്ത് തന്നെ ബോട്ട് ഉണ്ടായിരുന്നു. എനിക്ക് വെള്ളത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ നീന്താൻ അറിയാവുന്നതിൻ്റെ ഒരു അഹങ്കാരം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിട്ടൊന്ന് പോയേക്കാന്ന് വിചാരിച്ചു. നമ്മൾ കുഞ്ഞു ബോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞങ്ങളല്ലാണ്ട് 4 പേര് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും തേനും ആദ്യമായിട്ടാണ് കേട്ടോ ബോട്ടിലൊക്കെ കയറുന്നത്. കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ട് യാത്ര എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ പോയിട്ട് വരികയെന്നാണ്. പക്ഷേ അല്ല കേട്ടോ ഗൈസ്. ആ ബോട്ട് അടിക്കുന്ന നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ പുഴനെ കുറിച്ചും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ബോട്ട് യാത്ര. കാരണം നമുക്ക് ആ ഒരു അമ്പലത്തിന്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റുക ഈ ബോട്ടിൽ കയറുമ്പോഴാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. തിരിച്ചു പോകണ വഴിക്കാണ്ടതാണ് കേട്ടോ ഇതൊക്കെ. വരുന്നത് പോലെ അല്ല കേട്ടോ. നമ്മൾ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ സ്റ്റെപ്പൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.